കാസർഗോഡേക്കാണ് അരുൺ പാറയ്ക്കൽ തത്സമയം ചേരുകയാണ്. അരുൺ, കാസർഗോഡ് ജില്ലയിലെ അവസ്ഥ എന്താണ്? അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ടോ കാസർഗോഡ്? SKN കാസർഗോഡ് ഇന്ന് റെഡ് അലേർട്ടായിരുന്നു. നാളെയും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി നൽകിയിരിക്കുന്നത്. മലയോര മേഖലയിലും അതുപോലെ തന്നെ കണ്ണൂർ അതിർത്തി പ്രദേശമായ ഈ പയ്യന്നൂർ, ചെറുവത്തൂർ, നീലേശ്വരങ്ങളിലുമൊക്കെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. കർണാടക അതിർത്തി മേഖലയായ സുള്ളിയ, മംഗലാപുരം, തലപ്പാടി മേഖലയിലൊക്കെ തന്നെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ പരപ്പയിലാണ് 2 അപകടങ്ങളുണ്ടായത്. വീടിന് മുകളിൽ 2 സ്ഥലത്ത് 2 ഇടങ്ങളിൽ മരം വീണിട്ടുണ്ട്. രാജപുരത്ത് ടാഗോർ സ്കൂളിന് സമീപം സംസ്ഥാന പാതയുടെ ഭിത്തി, പാർശ്വഭിത്തി, അത് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണിട്ടുണ്ട്. വെസ്റ്റൽ ഏരിയയിൽ മരം വീണ് മൗക്കോട് ഒറീത്തയിൽ ബാബുവിൻ്റെ വീട് തകരുന്നൊരു സ്ഥിതി ഇന്നിപ്പോൾ ഉണ്ടായി. ഒപ്പം ഇന്ന് മറ്റൊരു കാര്യം, കാസർഗോഡ് മഞ്ചേശ്വരത്ത് ഡോൾഫിനെ ചത്ത നിലയിൽ കരക്കടിഞ്ഞു. അത് മഞ്ചേശ്വരം കുണ്ടുകുളക്കെ ബീച്ചിലാണ് ഈ ഡോൾഫിൻ ചത്ത നിലയിൽ 3 ദിവസത്തോളം പഴക്കമുള്ള ഒരു ഡോൾഫിനാണ് കരക്കടിഞ്ഞത്. അതിപ്പോൾ വനം വകുപ്പ് എത്തിയിട്ടുണ്ട്. അവിടെ അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം സംസ്കരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശക്തമായ മഴ ഇപ്പോൾ ജില്ലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നഗരത്തിലുടനീളം ശക്തമായ മഴയാണ്. ഇന്ന് രാവിലെ ഒന്നും മഴയുണ്ടായിരുന്നില്ല, പക്ഷേ ഉച്ചയ്ക്ക് ശേഷം മഴ ശക്തമായിട്ടുണ്ട്. നാളെ ഇപ്പോൾ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട് SKN.